ഹായ്, ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടൊരു സ്പെഷ്യൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലയാണ് കേട്ടോ. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാവും. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഞാനിത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇതിന് വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ തുവരപ്പരിപ്പ്, 1 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 5 ഉണക്കമുളക്. ഇതൊക്കെ പാനിൽ ഇട്ടതിന് ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കളർ ചേഞ്ച് ആവും. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 1 to 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറാവാൻ നോക്കുമ്പം നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർക്കാം. ഇനി ഇത് ഒരു 1 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളറ് ചേഞ്ച് ആവണ്ട കേട്ടോ. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. അധികം പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് ഈ മസാല അവിടെ മാറ്റി വയ്ക്കാം. ഇനി ബീട്രൂട്ടിനെ വേവിക്കാം. അതിനായി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലോട്ട് 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്കൊരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയുള്ളിക്ക് പകരം സവാള യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോഴാണ്. 2 പച്ചമുളകും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് ഇപ്പം നന്നായി വഴന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബീട്രൂട്ട് വേവാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ബീട്രൂട്ടിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് വേവും. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കിടെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാനാണ്. കാരണം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 8 to 12 മിനിറ്റ് എടുക്കും ഇത് വേവാൻ. ബീട്രൂട്ട് ഇപ്പോൾ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മസാല എല്ലായിടത്തും എത്തണം. ഇങ്ങനെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ
സ്പെഷ്യൽ മസാല വെച്ചിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.